നമസ്തേ. നമ്മളിങ്ങനെ പറഞ്ഞ് സ്കെച്ച് തീർന്നു. വരയ്ക്കാനെടുത്ത അടിസ്ഥാന മാതൃക 16-ാം നൂറ്റാണ്ടിലെ നോവോഗോരോദ് സ്കൂളിലേതാണ്. ബേത്ലഹേമിൽ പണിത ചാപ്പലിലെ പടത്തിൽ നിന്നാവണം ഇതിൻ്റെ ഉള്ളടക്കം സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. അതുകൊണ്ട് തന്നെ 4-5 നൂറ്റാണ്ടുകളിലെ ആശയ സാന്നിധ്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ആധുനിക കാലത്തെ ഐക്കണുകളിൽ ഒഴിവാക്കപ്പെട്ട പലതും ഇതിലുണ്ട്. അതുകൊണ്ടാണ് നേറ്റിവിറ്റിയുടെ ഈ ഐക്കൺ തന്നെ തിരഞ്ഞെടുത്തത്. ഐക്കണുകളെ പറ്റിയുള്ള ചില പൊതുകാര്യങ്ങൾ കൂടി പറഞ്ഞ ശേഷം നമുക്ക് പെയിന്റിംഗ് ആരംഭിക്കാം. ഐക്കൺ രചനയ്ക്ക് പ്രത്യേക കാനൂനുകൾ, നിയമ സംഹിതകൾ തന്നെയുണ്ട്. അതിൽ ചിലതിങ്ങനെയാണ്: ഐക്കൺ രചയിതാക്കൾ വിശ്വാസ ജീവിതം നയിക്കുന്നവരാകണം. കലയും കഴിവും മാത്രം പോരാ, ജീവിതത്തിൻ്റെ നേർമ സൂക്ഷിക്കുന്നവരാകണം. സത്യത്തിൽ 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ക്യാൻവാസും ബ്രഷും എടുത്തപ്പോഴും ഉള്ളിലെ ഭാരം അത്രയും അതിനെ ചൊല്ലി മാത്രമാണ്. ഇങ്ങനെ വരയ്ക്കാനുള്ള ഉൾത്തെളിവും കളങ്കമറ്റ മനസ്സുമൊന്നുമല്ലല്ലോ ദൈവമേ എനിക്കുള്ളത്. പിന്നെയും ഏറെ പേരുടെ പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു കുമ്പസാരം കണക്കെ ഏറ്റുപറയട്ടെ. രചനാകാലം നോമ്പിൻ്റേതാവണമെന്ന് പറയാറുണ്ട്. കേവലം ഭാവനയല്ല, ആന്തരിക ധ്യാനമാണിത് ആവശ്യപ്പെടുന്നത്. കാരണം ചിത്രകാരൻ്റെ ഹൃദയം തേടുന്നതും വിരലുകൾ എഴുതുന്നതും തമ്മിൽ മുറിഞ്ഞു പോകാത്ത ഒരു ചേർച്ചയുണ്ട്. ഇതൊരു സത്യാന്വേഷണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും കലയല്ല, ജീവന കലയാണ്. ആർട്ട് ഓഫ് ലിവിങ്. ധ്യാനപൂർവം സത്യം തേടുന്ന ജീവിതത്തിൻ്റെ കല. പിന്നെ ഇതിൽ ചാലിക്കുന്ന നിറങ്ങൾക്ക് ചില അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ചിലതിങ്ങനെയാണ്: വെള്ള നിറം നിത്യത, വിശുദ്ധി എന്നിവയെ കുറിക്കുന്നു. നീലയാകട്ടെ എളിമയും വിരക്തിയും പൗരോഹിത്യ വേഷവും വെളിപ്പെടുത്തുന്നു. ചുവപ്പും പർപ്പിളും സ്നേഹത്തെയും രാജകീയ വസ്ത്രത്തെയും വിളിച്ചറിയിക്കുന്നു. മഞ്ഞ നിറമാകട്ടെ രക്ഷയും സത്യവും പ്രഖ്യാപിക്കുന്നു. പച്ചനിറം ജീവന്റെ സമൃദ്ധിയും പരിശുദ്ധാത്മ സാന്നിധ്യവും കുറിക്കുന്നു. സ്വർണ്ണ നിറമാകട്ടെ ദൈവീകതയെ അടയാളപ്പെടുത്തുന്നു. അതിങ്ങനെ തുടരുന്നു. പിന്നെ പ്രത്യേക രീതിയിൽ തടി ടാബ്ലറ്റുകൾ രൂപപ്പെടുത്തിയാണ് ഐക്കൺ വരയ്ക്കാറുള്ളത്. അതിനുപയോഗിക്കുന്നത് ടെമ്പറ പൗഡറുകളുമാണ്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതിനാൽ നാം ഇവിടെ ക്യാൻവാസിൽ ഓയിൽ പെയിന്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ആമുഖത്തിൽ പറയാനായിട്ട്. ഇനി തിരുപ്പിറവിയുടെ ഈ ഐക്കൺ നമുക്ക് പറഞ്ഞു തരുന്ന കഥകളോടൊപ്പം നമുക്ക് നിറമിട്ട് തുടങ്ങാം. ആദരവോടെ സക്കീർ.